അയ്യോ, ഇന്ത്യൻ ഗവൺമെന്റ് UPI ട്രാൻസാക്ഷനിൽ GST കൊണ്ടുവരുന്നത് 18% ഇനി മുതൽ നമ്മൾ GST ആയിട്ട് കൊടുക്കണം. 2000 രൂപന്റെ മുകളിലുള്ള UPI ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാ ഒരു സത്യം പറയട്ടെ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. ഏതോ ഒരുത്തൻ എന്തോ കണ്ടിട്ട് അടിച്ചു വിട്ടതാണ്. പിന്നെ എല്ലാവരും തുടങ്ങി അതിന്റെ പിന്നാലെ. ഇതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഇന്റർനെറ്റിൽ ആദ്യം വരുന്ന ഒരു നെറേറ്റീവും ഒരു ന്യൂസും വിശ്വസിക്കരുത്. ഇവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ 2000 രൂപന്റെ മുകളിൽ ഒരാൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ 18% ഇനി മുതൽ കൊടുക്കണം എക്സ്ട്രാ ടാക്സ് ആയിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനും എല്ലാവർക്കും ഒരു എന്താണ് കറക്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരാൾക്ക് പൈസ അയക്കുക, P2P എന്ന് പറയും അതിന്, അല്ലെങ്കിൽ നിങ്ങളൊരു മെർച്ചന്റിൽ നമ്മൾ സ്കാൻ ചെയ്ത് അയക്കില്ലേ, ആ അയക്കുന്നതിലും ഒരു ചാർജും ആരും വരുത്താൻ പോകുന്നില്ല. ഇതൊരു ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമല്ലേ. UPI എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാർ ഇത്ര ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർ തന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യോ? അവർ തന്നെ അവരുടെ പണിയൊക്കെ കളയുന്ന പോലത്തെ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യും? അപ്പൊ എന്തിനാണ് 18% ടാക്സ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരാൻ പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ MDR എന്ന് പറയും, അതായത് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ ഇപ്പൊ റുപ്പൈ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് UPI ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ UPI വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് ഓൺ ആക്കി ഇടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബാക്ക് എൻഡ്, മെർച്ചന്റിന്റെ ബാക്ക് എൻഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, MDR പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട്. സാധാരണ നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സ്കാൻ ചെയ്ത് പൈസ അയക്കുന്ന പോലെയല്ല, ക്രെഡിറ്റ് കാർഡ് അറ്റാച്ച് ചെയ്ത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്കാൻ ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് ഇല്ല, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് 0.5 തൊട്ട് 2% വരെ നമ്മൾ പേയ്മെന്റ് ചാർജ്, സർവീസ് ചാർജ് ആയിട്ട് നൽകണം. കസ്റ്റമർ അല്ല നൽകുക, മെർച്ചന്റ് ആണ് നൽകുക. അതായത് ഇപ്പോൾ എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഞാൻ ഈ MDR ഓൺ ആക്കി, ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കി ഇട്ടിട്ട് സ്കാനർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ആരെങ്കിലും വന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ആ സ്കാൻ ചെയ്ത് പൈസ അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കണം 2%. അതായത് എൻ്റെ പ്രോഫിറ്റ് നിന്ന് 2% പോവും. ആ 2%ന്റെ 18%, അതായത് GST ഓൺ സർവീസ് ചാർജ് ആണ് ഇനി ഇവര് പ്രപ്പോസ് ചെയ്ത കാര്യം. ഒരു 10,000 രൂപന്റെ സ്കാൻ ചെയ്തു എന്ന് വെക്കുക, 2% എന്ന് പറഞ്ഞാൽ 200 രൂപ മെർച്ചന്റ് കൊടുക്കണം. ആ 200 രൂപയുടെ 18%, അതായത് 36 രൂപ ടാക്സ് ആയിട്ട് ഇനി വരും എന്നാണ് ഇവര് പറഞ്ഞത്. അപ്പോഴും അത് ആരാണ് കൊടുക്കേണ്ടത്? മെർച്ചന്റ്, അത് കടക്കാരനാണ് കൊടുക്കേണ്ടത്. നമ്മൾ പേയ്മെന്റ് അയക്കുന്ന ആൾ കൊടുക്കണ്ട. അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ MDR പേയ്മെന്റ്സ് എല്ലാവരും ഓഫാക്കി ഇടും. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇനി വലിയ പേയ്മെന്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 36 രൂപ കടക്കാരന് നഷ്ടമാണ്. അപ്പോൾ കടക്കാരൻ ഇനി പൈസ കൂട്ടാൻ തുടങ്ങി MDR പേയ്മെന്റ്സ് ആണെങ്കിൽ. അപ്പോൾ അത് ഓഫാക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി മിക്കവാറും ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള സ്കാനർ കുറേ സ്ഥലത്ത് അവർ ഓഫാക്കി ഇടും, കാരണം അവർക്ക് നഷ്ടമായതുകൊണ്ട്.